ABVP സംസ്ഥാന സെക്രട്ടറി യു ഈശ്വരപ്രസാദ് കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ഈശ്വരപ്രസാദ്, ഇത് ഡിവൈഎഫ്ഐ ഇന്നെടുക്കാൻ പോകുന്ന നിലപാട് എന്താണെന്ന് കണ്ടല്ലോ. ബംഗ്ലാദേശ് ഹിന്ദു വംശഹത്യയിൽ അവർ ഹിന്ദു വേട്ടയ്ക്കെതിരെ ജില്ലാ കേന്ദ്രങ്ങളിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. അതിനെതിരെ വരുന്ന കമന്റുകളിൽ തന്നെ പൊതുജനം എങ്ങനെ അവരുടെ ഈ നിലപാടിനെ വിലയിരുത്തുന്നു എന്നത് വ്യക്തമാണ്. എന്താണ് താങ്കളുടെ പ്രതികരണം? അവരുടെ നിലപാടില്ലായ്മയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം SFI ഉൾപ്പെടെ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ പൗരത്വ നിയമം വരുന്ന സമയത്ത് എങ്ങനെയാണ് അതിനെ പ്രതികരിച്ചത്, എങ്ങനെയാണ് ക്യാമ്പസുകളിലും പൊതുസമൂഹത്തിന്റെ ഇടയിലും അതിനെതിരെയുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിട്ട് നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇന്ന് പൊതുസമൂഹം ഒന്നടങ്കം ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം അത് പൊതുസമൂഹം മൊത്തം കാണുന്ന സമയത്ത്, പൊതുസമൂഹം അതിന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് ഇരട്ടത്താപ്പ് എന്ന നിലയിൽ അവരുടെ നിലപാട് മാറ്റിക്കൊണ്ട് അവസരവാദത്തിന്റെ ഭാഗമായിട്ട് അവർ മാറിയിരിക്കുകയാണ്. ശരിക്കും ഡിവൈഎഫ്ഐ മാപ്പ് പറയണം, ഈ ഭാരതത്തിലെ പൊതുസമൂഹത്തോട് മാപ്പ് പറയണം. ഈ CAA-ക്കെതിരെയുള്ള അല്ലെങ്കിൽ പൗരത്വ നിയമങ്ങൾക്കെതിരെയൊക്കെയുള്ള അവരുടെ ആ തെറ്റായ പ്രചരണത്തിന് ഇന്ന് അവർ മാപ്പ് പറയേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത്തരത്തിൽ ഒരു നിലപാടില്ലായ്മ അല്ലെങ്കിൽ ഒരു അവസരവാദത്തോടനുസരിച്ച് അവർ നിലപാടെടുക്കുന്ന ഇത് പൊതുസമൂഹം മനസ്സിലാക്കും എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അവരുടെ ആ പരിപാടിയുടെ പ്രചരണ പോസ്റ്ററുകൾക്ക് അടിയിൽ നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിലുള്ള കമന്റുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് പൊതുസമൂഹം അവരെ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ആ കമന്റുകളിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. യു ഈശ്വരപ്രസാദ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതൊരു നിലപാടില്ലായ്മയാണ്, അല്ലെങ്കിൽ തരം പോലെ നിലപാട് മാറ്റുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഏതായാലും പൊതുജനം അത് തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് ആ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകളെന്നും സൂചിപ്പിക്കാൻ കഴിയുന്നത്. വിഷയം എന്താണെന്ന് വെച്ചാൽ ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യയിൽ ഡിവൈഎഫ്ഐ എടുക്കുന്ന ഇപ്പോഴത്തെ നിലപാടാണ്. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ ഇന്ന് ജില്ലാ കേന്ദ്രങ്ങളിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധിക്കുകയാണ്. അതേസമയം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും നേരെ നടക്കുന്ന ഈ അക്രമങ്ങൾ അപലപനീയമെന്ന് കൂടി അവർ വിലയിരുത്തുമ്പോൾ അന്ന് പൗരത്വ നിയമ ഭേദഗതിയെ ചെറുത്ത് തോൽപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച അവരുടെ നിലപാടാണ് ചർച്ചയാകുന്നത്.